എന്താണ് നിങ്ങളെന്താ വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ നോക്കണേ? എന്റെ പണി ഏതാണ് നോക്കണ പനക്കെന്താണ്? എന്താണക്കാ? ഒന്നുമില്ലാതെ. എന്നാ പിന്നെ നിങ്ങൾ ആ സവാള ഒന്ന് അരിഞ്ഞു നോക്കുക. പിന്നെ പണ്ട് സവാള ഇവിടെ പണി എന്താണ് എന്താടി ഇത് പറഞ്ഞ് ഇതിപ്പോ എന്റെ മൂത്താപ്പാടാ മോ കബീർ പറഞ്ഞ പിന്നെ കൂടെ കോയിനെ മേടിപ്പിക്കാൻ പറഞ്ഞത്. ഈ ഒരുക്കത്തിന്റെ ഇടയ്ക്കൊക്കെ ഞാനങ്ങ് മറന്നുപോയി. ഇക്കാനോട് അക്കാര്യം പറഞ്ഞില്ലല്ലേ? പക്ഷെ 100 കൂട്ടം പണിയുടെ ഇടയിൽ കിടന്നിട്ട് കെട്ടി തീരണം എന്റെ ഇടയിൽ വിളിച്ചിട്ട്. എന്താണ്? ഒന്നുമില്ല, എന്റെ പണിയായി. എത്ര വർഷത്തിന് ശേഷമാണ് മൂപ്പര് വരുന്നേന്നറിയാമോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇതിപ്പോ കാണാനുള്ളത് എന്റെ കാലല്ലേ, കാണാൻ പത്രമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇന്നലെ രാത്രിയാണ് നാട്ടിലെത്തിയത്. ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിക്കണ്, മോളെ അന്നെ കാണാൻ വേണ്ടി വരണേന്ന്. എന്തുണ്ടാ ഇഷ്ടാണ്. എന്റെ പാവണ്ട്, നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. എന്തോ കാര്യത്തിലൊക്കെ ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ് പാവം. അതിന്റെ ശുദ്ധ മനസ്സുണ്ട്. ജയിലിൽ കിടക്കണത് എന്താണ്? ഒന്നുമില്ല, എന്റെ പണി ഇതാളിന്നേ. അല്ല, നിങ്ങള് പരിചയപ്പെട്ടു കഴിഞ്ഞാലേ നിങ്ങൾക്കും പെരുത്ത് ഇഷ്ടാവും. എന്റെ ആയ ഇഷ്ടത്തോളം മതി. ഇപ്പൊ നീ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തണ്ട. നിങ്ങളിതൊന്നും ഇജി ചെയ്തോളിട്ടാക്ക്. ഇപ്പൊ എന്റെ കാക്ക് ഒരുക്കുമ്പോ ഒരു കാക്ക് നേരല്ല. നിക്കണ്ടക്ക് അവിടെ 100 കൂട്ടം പണിയുള്ളടത്തുനിന്നാ വന്നെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തന്നത്. അല്ലാണ്ട് എനിക്ക് സവാള അരിയല്ലല്ലോ പണി ഇവിടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റി നിക്കി. ഇതിനായി മുപ്പിരി വരുമ്പോ നല്ലൊരു കുപ്പായത്തിലൊക്കെ നിക്കണ്ടേ? എന്താ കബീർ ഇന്ന പെണ്ണാണോ വരിക? മാസം നല്ല മാസം നോക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ കുപ്പായം മാറ്റി നിന്നിട്ട് വേണം അപ്പൊ എനിക്ക്. എന്നാ പിന്നെ ഈ ബിരിയാണി ഒക്കെ ആയിട്ട് വിളിക്കാം നിങ്ങളെ. എന്തിന് എന്റെ ആങ്ങളെ വരുമ്പോ ഞാൻ വെച്ച കഴിയുമ്പോ കൊടുത്താളി, എന്നിട്ട് നിങ്ങള് സമാധാനമായിട്ട് തിന്നോളി. എന്തിനപ്പൊ ഈ ഇന്ന ഇക്കൊന്നുമില്ലാതെ ഇത് കത്തി മാറ്റ്. ഇനി അതിന്റെ തന്നെ തൂത്തി കെട്ടണ്ട, അല്ലാണ്ട് എനിക്ക് തന്നെ കഴിച്ചിട്ട് വയ്യപ്പോ. എന്താണ് നിങ്ങളോട് ഞാൻ പറയാൻ ഒരു ഇത്തിരി വൈകിപ്പോയി. അതിനാണ് കബീർക്കാന്റെ കാര്യം ഒത്തിരി ഒന്ന് വൈകിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഇന്നൊരാൾ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു അതിഥി വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? മനുഷ്യനെ ഓരോന്ന് പൂതിയാക്കിട്ട് ഒന്നുമില്ല. എന്റെ റസിയാച്ച എന്റെ പണി നോക്ക് മനസ്സിനെ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഉമ്മറത്ത് പോയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്ക്. പിന്നെ എന്റെ വീട്ടുപണിക്ക് വന്നേക്കല്ലേ ഞാൻ ഇവിടെ. വീട്ടുപണിയല്ല, ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വൃത്തിയാക്കണം. അവിടെ വൃത്തിയാക്കിയാൽ മതി, അല്ലേ അവിടെ കിടന്നോട്ടെ. ചിക്കന്റെ കാര്യമില്ല, കൊടുക്കണ്ടഞ്ച് അവർക്ക് ഞാനും പറ്റില്ല. ഇനിയിപ്പോ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്നെ തിന്നെ കുത്തിയിരുന്നിട്ട് അറിഞ്ഞ് സംഗതിയൊക്കെ ഞാൻ അറിഞ്ഞ്. എന്ത് പണിയാടാ പരികുട്ടിയത്. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുടെ ഒക്കെ നേരത്തെ നോക്കണ്ടേ? അപ്പം ആ ചെക്കന് വയസ്സെത്രയായി? വീട്ടിൽ 9ലാ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു 10-20 വയസ്സിട്ടായിട്ടാണ് ഈ കുട്ടി ഉണ്ടാവണ വെച്ചാൽ എന്ത് ചെയ്യും? ആ ഉണ്ടാവണ പെൺകുട്ടിയാണ് വിചാരിക്കുക. അപ്പോൾ അതിലേറെ പെട്ടില്ലേ നീ? ഇതാവും നല്ലട വാസുട്ടിയെ. പിന്നെന്താണ്? അല്ല, കുഴപ്പമൊന്നുമില്ല. കുടുംബമാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, കുട്ടികളൊക്കെ ഉണ്ടാവും. ദൈവം തരിക, നമ്മൾ വാങ്ങുക, അങ്ങനെയല്ലേ? പക്ഷേ ദൈവം തരണ്ട് വിചാരിച്ചിട്ട് 10-60 വയസ്സ് വരെ കൈ നീട്ടി വാങ്ങരുത്. അത് മോശമാണ്. ഈ എന്തറിഞ്ഞിട്ടൊക്കെ ഈ പറയണത്? എന്താ നിനക്ക് പ്രശ്നം? ഒന്നുമില്ല. എന്തായാലും കുഴപ്പമുണ്ടോ? അത് ഓൾക്ക് ഇഷ്ടല്ല. എന്താണ്? അപ്പൊ ഇപ്പഴല്ലേ ഞാൻ അവിടെ നിന്ന് പോകുന്നത്? ഒരു ശല്യപ്പൊടി. അതെ, ഞാൻ പോയിട്ടുണ്ട് വരാം. വൈകുന്നേരത്ത് 2 കുപ്പിട്ടോ.
ഈ തള്ളെ കൊണ്ട് മറിയും. വൈകുന്നേരത്ത് വരാട്ടാ. വന്നിരിക്കയാണ്. ഞാൻ എവിടൊക്കെ നോക്കി. അവിടെ നോക്കിട്ട് എന്താ ഞാൻ വന്നിരിക്കണോടത്ത് നോക്കണ്ടേ? നിങ്ങൾ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വേഗം കുളിച്ച് റെഡിയാവ്. ബിരിയാണി ഒക്കെ ഇപ്പൊ റെഡിയാവൂ. എന്താ കുളിക്കാണ്ട് ബിരിയാണി തിന്നാൻ പറ്റൂലേ? നല്ല തമാശ. പക്ഷേങ്കില് നിങ്ങൾ ഇത് കബീർക്ക് വരുമ്പോ പറയണ്ടോ? എന്താ കബീറിന് ഈ ജാതി തമാശ ഒന്നും ഇഷ്ടല്ലേ? അല്ല, തമാശക്ക് ഇഷ്ടാണ്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മൂപ്പര് പൊയ്ക്കാളോ. ആക്ക് ഇത്ര സ്റ്റാൻഡേർഡ് തന്നെ ഉള്ളു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള തമാശക്കല്ലേ വരുള്ളൂ. ഈ ഇപ്പൊ എന്റെ സ്റ്റാൻഡേർഡ് ആൾക്കാർ കണ്ടാട്ടാ. എന്റെ കബീറിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ അറിയാം. അവൻ ജയിലിൽ എടുക്കല്ലേ? ഇല്ല സ്റ്റാൻഡേർഡ് പറഞ്ഞത് ഈ വർത്താനം പറയാണ്ട് വെറുതെ മനുഷ്യൻ നടക്കാനാക്കണേ. എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കണം എന്നെ വിളിച്ചു വരുത്തിട്ട് ആളെ കളിയാക്കിട്ട് പിന്നെ അതൊന്നും പറയാ. നിങ്ങൾ എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടണത് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടണേന്ന്? എന്താ ദേഷ്യപ്പെടാണ്ട് പിന്നെ എന്താ പിന്നെ ചെയ്യണ്ടത്? ദേഷ്യപ്പെടണത് മട്ടും പാവൊക്കെ കണ്ടാ തോന്നുന്നു മൂപ്പര് എന്തോ കടം വാങ്ങാൻ വേണ്ടി വരികയാണെന്ന്. ഈ വെറുതെ വർത്താനക്കാണ് പോവാൻ നോക്കുക. ഞാൻ അങ്ങോട്ട് പോവാൻ? ഇതെന്റെ വാപ്പ തന്ന മുതലാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അന്നേക്ക് ഇവിടെ കൊയ്യുത്തി ഇവിടെ കുത്തിട്ടാണ് എന്റെ വാപ്പ വന്ന പോയില്. മനുഷ്യന് ഒരു അതിഥി വരുന്നുണ്ട്, വിരുന്നാരം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ബാക്കിയുള്ളവർ വിചാരിച്ച് ഒരു കുഞ്ഞുകാലുണ്ടാവാൻ പോവാന്ന്. സംഗതി കുട്ടികളെ വളർത്തിണ്ടാക്കാൻ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. നല്ലൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു സന്തോഷം ഉണ്ടാവൂലേ? നിങ്ങൾ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാ? എന്റെ അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ പെറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തടി വെച്ച് വീർത്ത് ഒരു തള്ളാര മട്ട അയക്കണെന്നാണ് നാട്ടുകാരൊക്കെ പറയണത്. കുട്ടികളാവുമ്പോ പിന്നെ തള്ളാവൂലടി വെച്ചാലേ. ഇത് അങ്ങനത്തെ തള്ളയില്ല. നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കണം എന്തിനാണ്? എന്താ ഒരു മണോ? എന്താണ് ഒരു മണോ? എന്ത് വേണോ? ഇല്ലല്ല, എന്തോ ഒരു കരിഞ്ഞ മണുണ്ട്. ബിരിയാണി ബിരിയാണി കരിയും ബിരിയാണി ബാക്കിയുള്ളവരുടെ ഉള്ള സമയമൊക്കെ കളഞ്ഞു. എന്ത് കാര്യമായിട്ടും ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുവരുന്നായിരുന്നാണോ?